ചുട്ടുപൊള്ളുന്ന ചൂടാണ് വിഷയം. ശ്രീ അഭിലാഷ്, ഡോക്ടർ അഭിലാഷ്, നമുക്കിപ്പോൾ എ സി ഇല്ലാതെ ജീവിക്കാൻ അവസ്ഥയിലേക്ക് എന്ന് പറയും പലരും. പക്ഷേ എ സി വെക്കുക എന്നുള്ളത് എല്ലാവരെയും കൊണ്ട് നമുക്ക് പറ്റില്ല. നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ കൊണ്ട് അതിന് നിവർത്തിയില്ല. പക്ഷേ ഇതിനെ തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഓഫീസിലെ നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു സബ് എഡിറ്ററാണ്, റിജിൽ എന്നാണ് പേര്. പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐഫോണാണ്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഈ ചർച്ച ഇതാണ് വിഷയമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു അനുഭവം, ഈ മൊബൈൽ ഫോൺ പുള്ളി ഇന്നലെ ചാർജ് ചെയ്യാനിട്ട സമയത്ത് ഒരു അലർട്ട് വരികയാണ് ടെമ്പറേച്ചർ സംബന്ധിച്ച്. ഇത്ര പരമാവധി ടെമ്പറേച്ചറിലേക്ക് അല്ലെങ്കിൽ പരിസരവുമായി ബന്ധപ്പെട്ട ടെമ്പറേച്ചർ എന്നുള്ളൊരു അലർട്ട് വരുന്നു. അപ്പോൾ ഈ അത്രത്തോളം, അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ആശ്ചര്യമാണ്. അപ്പോൾ ബാഹ്യമായിട്ട് പോലും ഇങ്ങനെ ചൂടിൻ്റെ ഒരു സ്വാധീനം വരുന്നല്ലോ എന്നുള്ളതാണ് അതൊന്ന്. പിന്നീട് ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണ്. അവിടെ വനത്തിന് ഉള്ളിലെ ഒരു ചൂട് സംബന്ധിച്ച് ഗണ്യമായി അത് ഉയരുന്നുണ്ടോ, അത് വന്യജീവികളെ എങ്ങനെ ബാധിക്കും, അതൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? രണ്ട് ചോദ്യങ്ങൾ കൂടി മറുപടി. ഡോക്ടർ അഭിലാഷിലേക്ക് എത്താം. ശ്രീ രാജീവ് ജയദേവ്, ഈ പറഞ്ഞു വന്നത് നേരത്തെ നമ്മൾ ആരോഗ്യവുമായിട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെയാണ് ഈ ചൂട് സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ട വൈറ്റമിൻ സപ്ലിമെൻറ്റോ മറ്റോ ഉണ്ടെങ്കിലുള്ളതും, പിന്നെ മറ്റ് ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ പ്രത്യേകിച്ച്, അതിൻ്റെ കൂടി ഒരു അറിവ് നൽകിയാൽ. തീർച്ചയായും സപ്ലിമെന്റ്സ് എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. നല്ല ആരോഗ്യമുള്ളവർക്ക് സപ്ലിമെന്റ്സിന്റെ ആവശ്യമില്ല. സമീകൃതമായിട്ടുള്ള ആഹാരം മാത്രം മതിയാവും. പഴങ്ങൾ, പച്ചക്കറികൾ, മുട്ട, പാൽ, അതുപോലെ മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീൻ, അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുന്നവരാണെങ്കിൽ ഇറച്ചി, ഇതിലെല്ലാം ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് നമുക്ക് ലഭിക്കുന്നു. ഇനി രണ്ടാമത്തേത്, ഈ നമുക്ക് ദാഹം ശമിപ്പിക്കാനായിട്ട് എന്തെല്ലാം കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം, അതുപോലെ തന്നെ ഉപ്പിട്ട അധികം മധുരമില്ലാത്ത നാരങ്ങ വെള്ളം, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, ഇതെല്ലാം ഉത്തമം തന്നെയാണ്. ഇനി പലർക്കും ഒരു തോന്നലുള്ളത്, ചൂട് കൂടുമ്പോൾ ശീതളപാനീയങ്ങൾ വാങ്ങിച്ച ആകർഷകമായിട്ടുള്ള പാക്കേജിംഗ് ഉള്ള ശീതളപാനീയങ്ങൾ ലഭ്യമാണ്, നല്ല പരസ്യങ്ങളുമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കത് കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. അത് വാസ്തവത്തിൽ അത് ഡീഹൈഡ്രേഷൻ കൂട്ടുകയേ ഉള്ളൂ. മാത്രവുമല്ല ആവശ്യമില്ലാത്ത കാലറീസ് ശരീരത്തിൽ കയറ്റുകയും ചെയ്യും. ഇനി രണ്ടാമത്തേത്, നേരത്തെ മൃഗങ്ങളുടെ കാര്യം പറയുന്നത് കേട്ടു. തീർച്ചയായിട്ടും ഈ മനുഷ്യർ ഒറ്റയ്ക്കല്ലല്ലോ ഈ ഭൂമുഖത്ത് താമസിക്കുന്നത്. ചൂട് കൂടുമ്പോൾ മൃഗങ്ങളെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. മൃഗങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. നമ്മുടെ കൂടെ താമസിക്കുന്ന മൃഗങ്ങളുണ്ട്, പൂച്ച, പട്ടി, നമ്മുടെ ചുറ്റുമുള്ള പക്ഷികൾ, ഇവരെല്ലാവരും, പശുക്കൾ, ഇവരെല്ലാവരും. അതുപോലെ തന്നെ കാടുകളിലുള്ള മൃഗങ്ങളുണ്ട്. കാടുകളിലുള്ള മൃഗങ്ങളുടെ അവരുടെ മൈഗ്രേഷൻ, അവരുടെ ബിഹേവിയർ, അതെല്ലാം ചൂടും അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ, അങ്ങനെയുള്ള ഫുഡ് സപ്ലൈ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ വിദഗ്ധരുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ കൂടെയുള്ള മൃഗങ്ങൾക്കും നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. അവർക്ക് കുടിക്കാനായി അല്പം വെള്ളം മാറ്റി വെക്കും. കണ്ണൂരിൽ രാജീവ് ജയദേവ്, കണ്ണൂരിൽ കഴിഞ്ഞ ആഴ്ച ഒരു പശുക്കിടാവാണ് സൂര്യാഘാതമേറ്റ് ചത്തുപോയത്. യെസ്, ദാറ്റ്സ് വെരി ട്രാജിക്. അപ്പോൾ പക്ഷികൾക്കും മറ്റുമായി അല്പം വെള്ളം മാറ്റി വെക്കുന്നത് നല്ലതാണ്. അത് മാറ്റണം. വെള്ളം സ്ഥിരമായിട്ട് വെക്കരുത്. അത് 1-2 ദിവസം കൂടുമ്പോൾ അത് മാറ്റി പുതിയ വെള്ളം വെക്കണം, അല്ലെങ്കിൽ അതിനകത്ത് കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ മൃഗങ്ങളുമായി സഞ്ചരിക്കുന്ന ധാരാളം പേരുണ്ട്. അവർ വാഹനത്തിലും മറ്റും മൃഗങ്ങളെ വെച്ച് പാർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് സൂക്ഷിക്കണം. കാരണം പാർക്ക് ചെയ്ത വാഹനത്തിനകത്ത് ടെമ്പറേച്ചർ വളരെയധികം കൂടുകയും മരണം വരെ സംഭവിക്കാനും സാധ്യത. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ രാജീവ് ജയദേവ്. എന്തായാലും